ഇന്ന് EMS ദിനമാണ്. EMS ദിനത്തിൽ മുഖ്യമന്ത്രി പുഷ്പാർച്ചന നടത്തി. തിരുവനന്തപുരം EMS സ്ക്വയറിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പതാക ഉയർത്തി. TP രാമകൃഷ്ണൻ, MB രാജേഷ് അടക്കമുള്ള നേതാക്കളും ഈ ചടങ്ങിൽ പങ്കെടുത്തു. തിരുവനന്തപുരത്ത് നിന്ന് മീര മനോഹരൻ ചേരുന്നുണ്ട്. മീര, ചടങ്ങുകൾ പൂർത്തിയായോ? ഇവിടെ മുഖ്യമന്ത്രി ഉൾപ്പെടെ എത്തിച്ചേർന്ന് പുഷ്പാർച്ചന നടത്തിയത്. മുഖ്യമന്ത്രി, പാർട്ടി സെക്രട്ടറി ആയിട്ടുള്ള MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ, MB രാജേഷ് ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇവിടെ എത്തിയിരുന്നു. TP രാമകൃഷ്ണൻ, MB രാജേഷ് ഉൾപ്പെടെയുള്ള നേതാക്കളായിരുന്നു ഇവിടെ എത്തി പുഷ്പാർച്ചന നടത്തിയത്. അല്പം മുമ്പ് പാർട്ടി ആസ്ഥാനമായ AKG സെന്ററിലും ഈ ഒരു EMS ഓർമ്മ ദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പതാക ഉയർത്തിയിരുന്നു. EMSനെ കുറിച്ച് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കുന്നത് ഈ ജനാധിപത്യമായി തെരഞ്ഞെടുക്കപ്പെട്ട കേരളത്തിലെ ആദ്യ കമ്മ്യൂണിസ്റ്റ് സർക്കാരിൻ്റെ നേതാവായിരുന്നു അദ്ദേഹം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പടുത്തുയർത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ചു. ഇവിടെ നടന്ന ചടങ്ങിൽ MV ഗോവിന്ദൻ ഉൾപ്പെടെ സംസാരിച്ചിരുന്നു. തൊഴിലാളി വർഗത്തിൻ്റെ ദത്തുപുത്രനായി കടന്നുവന്ന് പിന്നീട് ഈ ഒരു കേരളത്തിൻ്റെ തന്നെ വളർച്ചയിൽ വളരെ വലിയ പങ്ക് വഹിച്ചു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് MV ഗോവിന്ദൻ ഉൾപ്പെടെ ഇവിടെ ഈ അനുസ്മരണ യോഗത്തിൽ പറഞ്ഞത്. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയിലൂടെ ആയിരുന്നു അദ്ദേഹം ഈ രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വരുന്നത്. പിന്നീട് കേരളത്തിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ നിരവധിയായ നേട്ടങ്ങളാണ് ഈ EMS ഭരണകാലത്ത് നമ്മുടെ കേരളത്തിന് ഉണ്ടായിട്ടുള്ളത്. ഇന്ന് വൈകുന്നേരം ഉൾപ്പെടെ നിരവധിയായ പരിപാടികൾ ജില്ലാ നേതൃത്വത്തിൽ, പാർട്ടിയുടെ ജില്ലാ നേതൃത്വത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്നുണ്ട് എന്നുള്ള വിവരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. സേതു. ശരി മീര.